ഇത് സത്യൻ എൻ്റെ വിശ്വസ്തനായ സഹായിയാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഇദ്ദേഹം എന്നോടൊപ്പം ഉണ്ട്. അല്ലേ? ഏകദേശം 12 വർഷം. പ്രത്യേകിച്ചൊരു രഹസ്യ സ്വഭാവമുള്ള ഒരു മനോഹരമായ കലാരൂപമാണ് മാജിക്. അപ്പോൾ മാജിഷ്യൻസ് ഈ പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നു. പലപ്പോഴും എൻ്റെ പ്രത്യേകിച്ച് ഒരു റിസ്കി ആക്റ്റാണ്, കൂടുതൽ റിസ്ക്കുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകാം. ഉദാഹരണത്തിന് ഒരു ചങ്ങലക്കിട്ട് വരിഞ്ഞ് മുറുക്കി കെട്ടി മജീഷ്യന്, പക്ഷേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ മോഹാലസ്യപ്പെട്ടു പോയി, രക്ഷപ്പെടാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും? അപ്പോൾ ജീവഹാനി സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും ഇതെല്ലാം പഠിപ്പിച്ചിരിക്കണമല്ലോ. അതുകൊണ്ട് ഒട്ടുമിക്ക രഹസ്യങ്ങളും പഠിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഉണ്ടേ, ഈ ആൽമരമൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അതായത് ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ തുടക്കം ഇവിടെ തന്നെ ആയിരുന്നു. ഈ ഡിസ്കഷൻ ഈ തറയിലിരുന്ന് ഇവിടെ നിന്നാണ് ആരംഭം. ഗൾഫിൽ നിന്നും ഒരു പ്രോഗ്രാം, അതായത് ഒരു ട്രൂപ്പ് തുടങ്ങണമെന്ന ആഗ്രഹമായിട്ട് ഇവിടെ എത്തിയിട്ട് ആദ്യം ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുന്ന ഇവിടെയാണ്. ഇവിടെ നിന്ന് ചിന്തിക്കുകയാണ്, ഇതെങ്ങനെ തുടങ്ങും, ഇതിനുള്ള ആർട്ടിസ്റ്റ് എങ്ങനെ, മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ. ഇപ്പം എപ്പോഴും ഇങ്ങനെ ഇവിടെ വന്നിരിക്കുക. അപ്പോഴാണ് ഉണ്ണിയെ കണ്ടുമുട്ടുന്നത്. സോറി, ഞാൻ ഉണ്ണിന്ന് വിളിക്കും, നിങ്ങൾക്കറിയായിരിക്കും, അജിത് എം ഗോപിനാഥ്. പറയൂ. എന്താ പറയാനാ, അന്നത്തെ ഒരു കാര്യം ആലോചിച്ച് എനിക്ക് ഇപ്പോഴും ചിരി വരും. റിഹേഴ്സലിൻ്റെ കാര്യം. ഈ സാമ്രാജ് കുറേ പൈസയൊക്കെ ആയിട്ട് ഗൾഫിൽ നിന്ന് വന്നു. എന്നിട്ട് ഈ ഇവിടെ സ്റ്റേജിൻ്റെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയൊക്കെയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പം ഇങ്ങനെ പലരെ തിരക്കായിരുന്നു. സംവിധാനം ചെയ്യുന്ന ട്രൂപ്പ് ഉണ്ടാക്കി കൊടുക്കണം. അന്ന് ആരായിരുന്നു? സന്തോഷ് മാത്യു, ഓസ്റ്റിൻ. ഈ 2 സുഹൃത്തുക്കളാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടുകാരനാണെങ്കിൽ എനിക്ക് അത്ര പരിചയമില്ല കേട്ടോ. പിന്നെ ഈ തറ വന്നിട്ട് എന്നെ ഇന്റർവ്യൂ ചെയ്യാണ്. അദ്ദേഹം പുള്ളിക്കാൻ താടിയൊക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ച് ഭയങ്കര വെയിറ്റിലിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് ഇറങ്ങുന്നു. അപ്പോൾ ആദ്യം എന്നെ ഒരു മാജിക് കാണിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഒന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു നമുക്ക് കായംകുളത്തിന് പോകാം. ഞാൻ പറഞ്ഞു മോട്ടോർ സൈക്കിളൊക്കെ ആയിരുന്നു, കായംകുളത്തിന് പോകുന്ന വഴി എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തെങ്കിലും പിടി കിട്ടിയോന്ന് ചോദിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ വിജയിച്ചു എന്ന് പറഞ്ഞു. സാമ്രാജിൻ്റെ വീട്ടിൽ ടെറസിൻ്റെ മുകളിൽ ഒരു തട്ടുപോലെയൊക്കെ അടിച്ച് സ്റ്റേജ് ഉണ്ടാക്കി. ഇതിനായിട്ടൊരു ഓഡിറ്റോറിയം പോലെ ഉണ്ടാക്കി. ഏറ്റവും വലിയ തമാശ അതല്ല, ആക്ടേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് വീട് പണി ഇറക്കുന്ന സമയമാണ്. ഇതിനാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരും, എല്ലാം മുറിച്ച് മാറ്റും എന്നൊക്കെ ഉള്ളല്ലേ പറയുന്നത്. അപ്പം പെൺകുട്ടികളെ കിട്ടാൻ ബുദ്ധിമുട്ട്, ആൺകുട്ടികളെ കിട്ടാൻ ബുദ്ധിമുട്ട്. നാട്ടുമ്പുറമല്ലേ പിന്നെ. അയ്യോ, അത് ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെയാണ് നമുക്ക് അവാർഡൊക്കെ. എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ കല്ലുപണി റബിള് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ വിളിച്ചിട്ടൊരു, തീർച്ചയായിട്ടും അല്ലേ, ഒരു മൈമിൽ നമ്മൾ പഠിപ്പിക്കാൻ പോയതും ഇല്ലേ. സാധാരണ പണിക്കാരെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ട് തന്നു, ഇവരെല്ലാം പഠിപ്പിച്ചിരുന്നു സ്റ്റേജൊക്കെ കയറ്റി ആക്ടേഴ്സ് ആക്കി മാറ്റണം. പരശുരാമൻ, ഒരു രസമുള്ള കഥയുണ്ടല്ലോ, പരശുരാമൻ മഴു എറിയുന്നത് അത് അഭിനയിച്ച് കാണിച്ചു. ഒരു ഇംപ്രൂവൈസേഷൻ. ഓക്കെ, എന്നിട്ട് ഇദ്ദേഹം പരശുരാമൻ മഴു എറിയുന്നത് കാണിക്കാനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഏതോടത്ത് ഓളയിൽ ഇങ്ങനെ യെസ് എന്ത് പറയണത്, ഇങ്ങനെ ആക്ഷനൊക്കെ പിടിച്ചു. അപ്പോഴത്തേക്ക് വേറെ ആൾ അപ്പുറത്ത് ചെന്ന ആൾ പറഞ്ഞു, അദ്ദേഹം പിന്നെ ഇഷ്ടിക വെറുക്കുന്ന വേറെ ആളാണ്. പുള്ളി പറഞ്ഞു ഹനുമാനാണെന്ന് പറഞ്ഞു. അടിയായില്ലേ, ആകെ പ്രശ്നം. ഏതെല്ലാം രീതിയിൽ ആണോ ഈ ഒരു ട്രൂപ്പിനെ സെലക്ട് ചെയ്തെന്നുള്ളത്. ഇപ്പം എന്തായാലും ഇപ്പോൾ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ പറയാം. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഈ ആക്ടേഴ്സിനൊക്കെ സെലക്ട് ചെയ്യുന്ന മുകളിൽ റിഹേഴ്സൽ നടക്കാൻ പഠിപ്പിക്കലും മ്യൂസിക് ഇട്ട് നടക്കാൻ പഠിപ്പിക്കലൊക്കെ രാത്രി വെളുപ്പിന് 2 മണി 3 മണി വരെയൊക്കെ ഇരുന്നുള്ള റിഹേഴ്സൽ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ ട്രൂപ്പ് ചെറിയ തോതിൽ നിന്നും വളർത്തിയെടുത്ത് ഇപ്പോൾ വലിയ ഫേമസ് ആയി മാറിയിരിക്കുക അല്ലേ. അപ്പോൾ നമുക്കൊക്കെ ഒരു സന്തോഷമുണ്ട് ഇങ്ങനെ ഈ ഒരു ലെവലിലൊക്കെ എത്തുന്നത്. പക്ഷേ നമ്മുടെ ഈ ആൽത്തറയൊക്കെ ഉണ്ടല്ലോ, പുണ്യം ചെയ്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇത്തരം ഈ ഗ്രാമപ്രദേശത്തൊക്കെ ഇരുന്ന് സ്കൂളിൽ പോകുമായിരുന്നല്ലേ. ഈ കുരിപ്പഴമൊക്കെ പെറുക്കി തിന്നുമല്ലോ അല്ലേ, അതുകൊണ്ട് ഈ കിടക്കുന്ന സാധനം വേറെ ഒന്നും കിട്ടൂല. ഇവിടെ ഇടി, കുഞ്ഞുള്ള, പിന്നെ മഹാദേവൻ, എല്ലാത്തിനെയും ഇടി ഇവിടെ വെച്ചാണ്.
ഇനി എൻ്റെ കുടുംബത്തെ പറ്റി. ഭാര്യയും 2 കുട്ടികളും. ഇതാ ഭാര്യ എത്തിക്കഴിഞ്ഞു. പേര് മേരി. ഇത് മകൻ ജോജി. സൗണ്ട് എഞ്ചിനീയറാണ്, മദ്രാസിൽ പഠിച്ചതാണ്. ഇപ്പോൾ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. പിന്നെ കുറച്ച് സമയം എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മകൻ ജീവൻ ട്രിവാൻഡ്രത്ത് പഠിക്കുന്നു, +2. മാജിക് പ്രൊഫഷനായ അന്ന് മുതൽ എന്നോടൊപ്പം സഹകരിക്കുന്നൊരു വ്യക്തിയാണ് എൻ്റെ വൈഫ്. സ്റ്റേജിലും ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റേജിൽ ആക്ട് ചെയ്യുന്നത് സ്വന്തം താല്പര്യപ്രകാരമാണോ അതോ എൻ്റെ ആ ഫോഴ്സ് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. ആണോ? രണ്ടുമുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാത്ത ഒരു കാര്യമുണ്ട്. ഈ എപ്പോഴും എന്നോടൊപ്പം ഇങ്ങനെയുള്ള മാജിക്കിന് സഹകരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇദ്ദേഹത്തിന് അതല്ല. കുക്കിംഗ് വലിയ താല്പര്യമുള്ള വിഷയമാണ്. എന്നോടൊപ്പം സഹകരിക്കുന്ന കാരണം ഈ കുക്കിംഗ് പ്രശ്നമാണ്. അതുകൊണ്ട് എപ്പോഴും അടുക്കളയിൽ പോയി ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അവിടെ അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ആകെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്, ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ. ഗൾഫിലെ നല്ലൊരു ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങാനായിട്ട് ഇവിടെ എത്തിയത്. സത്യത്തിൽ മൗനമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് എൻ്റെ വൈഫ്. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ജോലി രാജിവെച്ച് വന്ന് ഇത് തുടങ്ങിയപ്പോൾ റിസ്ക് അല്ലായിരുന്നു? എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി? എന്തായാലും ഒരു ഹസ്ബൻഡിൻ്റെ താല്പര്യം, ആഗ്രഹം അത് സാധിക്കണമെന്നുള്ള അങ്ങനെ ഒരു എന്ത് തോന്നി? അതിന് വിജയിച്ചോ അതോ? തീർച്ചയായിട്ടും വിജയിച്ചു. ഏതായാലും അങ്ങനെ പോകുന്നു. ഇതാണ് ഞങ്ങളുടെ കുടുംബം.